ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ കെടുകാര്യസ്ഥത കൂടി ജനസഭയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഭക്തജനങ്ങൾക്ക് പറയാൻ ഉണ്ട്. പ്ലീസ്. ഗുരുവായൂരിൻ്റെ മൈക്കോണോ? ഓക്കെ, ഹലോ. ഗുരുവായൂരിൻ്റെ ഈ ഏകാദശിയുടെ പൂജാവിധികളിൽ, ഏകാദശിയോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന പൂജാവിധികളിൽ മാറ്റം വരുത്തിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിച്ചത് ഒരു ഭക്തൻ്റെ സൗകര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. നമ്മളിവിടെ ചർച്ച തുടങ്ങേണ്ടത് ശരിക്കും ഗുരുവായൂരിനല്ല എന്നാണ്. സ്വാമിയെ നല്ല രീതിയിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. സ്വാമി വരുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു, വിളിച്ചന്വേഷിച്ചിരുന്നു. പക്ഷെ അന്വേഷിച്ച ആളുകൾ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ അമ്പലത്തിലെ നിത്യേന ദർശനം നടത്തി വരുന്നത്. ഗുരുവായൂരിലുള്ള ആള് തന്നെയല്ലേ? അതെ. ദേവപ്രശ്നം നടന്നതായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഒരു അറിവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഒരു ഭക്തൻ്റെ സൗകര്യം ആവട്ടെ, ഭക്തർക്ക് മാക്സിമം സൗകര്യം കൊടുക്കണം. ഈ സൗകര്യം കൊടുക്കുമ്പോൾ നമ്മളൊരു തന്ത്രിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ മന്ത്രിമാരെ കുറിച്ചും കൂടി പറയണം. കാരണം ഇവിടെ ഗുരുവായൂരിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ചുറ്റളവിലുള്ള റോഡുകളുണ്ട്. തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ കുന്നംകുളം, പാവറട്ടി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റോഡുകൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ ഗുരുവായൂരിലേക്ക് ഒരു ഭക്തർ പോലും സീസൺ സമയത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. പിന്നീട് ഇന്ന് ഈ കാണുന്ന ഒരു ഭംഗിയിലേക്കെങ്കിലും എത്തിപ്പെട്ടത് പൂർണ്ണമായിട്ട് ഈ ഔട്ടർ റിംഗ് റോഡ് ചുറ്റി നടന്നു നോക്കിയാൽ നമുക്ക് കാണാം. പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അമൃത് പ്രസാദം പദ്ധതികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ 16-ാം തീയതി ഇവിടെ മണ്ഡലം മകരവിളക്ക് സീസൺ തുടങ്ങി. ഇരിക്കുന്നു, കാണുന്നു പോലീസ് നിൽക്കുന്ന ഒരു റൗണ്ട് ബോട്ടാണ് ഈ കാണുന്നത്. അവിടെ താൽക്കാലികമായിട്ട് നിർത്തുന്ന താൽക്കാലിക വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് 7 മണി വരെ നിൽക്കുന്നു. പോലീസ് സംവിധാനം ഇല്ല. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിപ്പെടുന്നത് ഈ 6 മണിക്ക് ശേഷമാണ്. പ്രധാന ഇടത്താവളം, ശബരിമലയുടെ പ്രധാന ഇടത്താവളത്തിൽ പാർക്കിംഗ് അറിയാതെ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് വട്ടം തിരിഞ്ഞടക്കുന്ന സ്വാമി അയ്യപ്പ ഭക്തന്മാരാണുള്ളത്. 100 മീറ്റർ അപ്പുറത്തേക്ക് പോവാം. മറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പണി നടക്കുന്നു. താൽക്കാലികമായിട്ട് അവർ ടൂറിസ്റ്റ് ബസ് പാർക്കിങ്ങിലാണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. 100 മീറ്റർ വരാൻ തയ്യാറാണെങ്കിൽ അവിടെ ഇരുട്ടത്ത് ബസ്സുകൾ കിടക്കുകയാണ്. ഇന്നലെ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ അവിടെ മോഷണം നടന്നിരിക്കുന്നു. മൊത്തം ക്രിമിനൽസ് ഗുരുവായൂരിലേക്ക് കയറ്റി വിട്ടിട്ടിരിക്കുകയാണ്. അവരിവിടെ ഓരോ ഭക്തനെയും ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഷമിക്കാതെ പോകാന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യം കൊടുക്കാതെ ഇവിടുത്തെ മന്ത്രിമാരായാലും പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പാലിറ്റികളാണെങ്കിലും MLA ആണെങ്കിലും ഇത്തരത്തിൽ ഗുരുവായൂരിനെ അവഗണിച്ച് എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുന്ന ഭക്തർക്ക് ഇത്തരത്തിലുള്ള ദർശന സൗകര്യത്തിന് എന്നൊരു നാടകം കാണിച്ചുകൊണ്ട് ഹിന്ദു മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന രീതികൾ ശരിയല്ല എന്നുള്ളതാണ് ഗുരുവായൂർ നിവാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ അപര്യാപ്തമാണ്. ഇന്ന് ഇവിടെ ഒരു സമയം മാക്സിമം ഒരു 5000 ആളുകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ, ഒരുപക്ഷെ റൂം എടുക്കാത്തവരാണെങ്കിൽ അവർക്ക് ഒരു ശൗചാലയം പോലും നിലവിലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഒരു അഡീഷണൽ പോലീസ് സംവിധാനം ഗുരുവായൂരിലേക്ക് ഇത്രയും വലിയൊരു മണ്ഡലം മകരവിളക്കിനെ നേരിടാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഏകാദശിയുടെ അന്നാണെങ്കിൽ പോലും ഇവിടെ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ആർക്കും വരുത്താനായിട്ട് മുൻകാലങ്ങളിലും സാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി അന്നത്തെ ദിവസം ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പാസുകൾ ധാരാളം പോകുന്നു. മറ്റ് പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് ധാരാളം പാസുകൾ ഭരണപക്ഷത്തുള്ള പാർട്ടികൾ എത്ര ആളുകൾക്ക് എഴുതി വിടുകയാണ്. അത്തരത്തിലുള്ള കണക്കെടുത്താൽ ഞെട്ടിപ്പോവും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ പാസ് കൊടുത്തു വിടുന്നുണ്ട്, ദൈനംദിനം കൊടുത്തു വിടുന്നുണ്ട്. ഏകദേശം കേരളത്തിലെ മൊത്തം ഹൈന്ദവരായിട്ടുള്ള പോലീസുകാരും അവരുടെ കുടുംബം വന്നു കഴിഞ്ഞാൽ, മാഷ് നേരത്തെ അവിടെ സൂചിപ്പിച്ചു, ഒരു ദർശനത്തിന് ആ കവാടത്തിൽ നിന്ന് ഒരാൾ പാസ് ചെയ്ത് പോകാൻ എത്ര സമയം എടുക്കുന്നു? വളരെയധികം സമയമാണ് അതിനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ഭക്തജനങ്ങളെയും നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാം എന്ന് കയറി കഴിഞ്ഞാൽ, ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ കുറച്ച് പ്രതികരണശേഷിയുള്ള ആളുകളാണെങ്കിൽ നല്ല ഭക്തി നിർഭരമായ അമ്പലത്തിൽ കയറിയാൽ വളരെ വിഷമമായിട്ട് ഒരു ദേഷ്യം പിടിച്ച മനസ്സായിട്ട് പുറത്തേക്ക് വരേണ്ട സാഹചര്യമാണ്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ ചെയ്തികൾ അത്രയും നമുക്ക് ഒരു ഭക്തന് സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു. മറ്റൊരു കാര്യം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, കേവലം 2-3 പാസുകൾ പല വിവരങ്ങളും അറിഞ്ഞ് മാധ്യമ ശ്രദ്ധയിൽ അത് പെടുത്തുമ്പോൾ
അമ്പലത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ വരുമ്പോൾ 2-3 പാസ് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഉണ്ടാവരുത്. ഈ ശബ്ദം പുറത്തേക്ക് എത്തിക്കാൻ വിരലിലുണ്ടാവുന്ന 1-2 മാധ്യമങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും കേരളത്തിലെ ഓരോ ഭക്തരുടെയും കൂടെ നിങ്ങളെങ്കിലും ഉണ്ടാവണമെന്നുള്ള ഈ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ഞങ്ങൾ ഉണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്.